നേരാ തിരുമേനി, ഈ പെച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുൻപിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോൾ എനിക്ക് 9 വയസ്സാണ്. കഴുമരത്തിൽ നിന്ന് അപ്പൻ്റെ ശവമിറക്കി ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ അന്നെൻ്റെ 10ാമത്തെ പിറന്നാളാണ്. പനമ്പായിൽ പൊതിഞ്ഞുകെട്ടി 3ാം പക്കം എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ട് ഇറക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോഴും തെളിയുക തിരുമേനി, ദണ്ഡി നീളത്തിലുള്ള കൃമികൾ അപ്പൻ്റെ മൂക്കിന്നും വായിന്നു. അന്ന് മൂക്കും പൊത്തിക്കൊണ്ട ഇതുപോലെ കുപ്പായമിട്ട തിരുമേനിമാർ അപ്പൻ്റെ ശവത്തിനിട്ട് ആട്ടി അതെടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കൊള്ളാൻ. അന്യം വേർക്കുന്ന കാശും കൊണ്ട് അപ്പവും വീഞ്ഞും കുടിച്ച് കോണ്ടാസായാലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളുപളത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ തിരുമേനി ഈ ബഹുമാനം. ഇപ്പം എനിക്കതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ ഇറവറൻസ്, ബഹുമാനക്കുറവ്. പിന്നെ കള്ള് വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം, അതും ഒരു കഥയാണ്. 11ാമത്തെ വയസ്സിൽ അപ്പൻ കിടക്കുന്നതിൻ്റെ ഇടത്ത് ഭാഗത്ത് അമ്മച്ചിയും കൂടി കുഴിച്ചു മൂടിയിട്ട് മീനച്ചലാർ നീന്തി കയറിയിട്ട് കാട്ടിലെ കള്ളുകാച്ചു തുടങ്ങുമ്പോൾ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടുങ്കള്ളും വാങ്ങാൻ കാശ് തന്നത് പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല, അങ്ങാടി തെണ്ടിപ്പെറുക്കി നടക്കുന്ന ഒരു തള്ളയാണ്, ഒരു മുഴുഭ്രാന്തി. അതിൻ്റെ സ്മരണയിൽ പിതാവേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം. നില്ല് പിതാവേ, തിരുമേനി എന്നതാടാ 2ാമത് ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഔട്ട്സ്പോക്ക്. അത് തന്നെ, അതിൻ്റെ കുറവ് ഇപ്പൻ സഹിച്ചോളാം. കേട്ടോ തിരുമേനി, കർത്താവിൻ്റെ കാര്യത്തിലും അതെ, കള്ള് കച്ചവടത്തിലും അതെ, എനിക്കൊരു മെത്രാച്ചൻ്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, I am outspoken. വാടാ.